പറഞ്ഞാൽ സാറൊക്കെ ഇവിടെ വരിക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബഹുമതിയാണ്. ഇരുന്നിട്ട് ജനാർദ്ദൻ ഇരിക്കും. തന്റെ പുതിയ വീട് കൊള്ളാമല്ലോ. ഓ, ഞാനിങ്ങനെ ഒരു ചെറിയ വീട്. ഇരുന്നിട്ട് വൈഫാണ് അമ്മിണി. സാറിന് മനസ്സിലായില്ലേ? എക്സ് മിനിസ്റ്റർ നാരായണൻ. പത്രത്തിൽ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അങ്ങോട്ട് കൊടുക്ക. ജനാർദ്ദനൻ, മുഖവുരയില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. 6 മാസത്തിനകം ഈ മന്ത്രിസഭ വീഴും. ഇല്ലെങ്കിൽ അത് വീഴ്ത്തണം. അതിന് ജനാർദ്ദന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും സർ? ഞാൻ ചെറിയൊരു യൂണിയൻ നേതാവല്ലേ. എത്ര കാലം താൻ ഈ യൂണിയനുമായിട്ട് നടക്കും? അടുത്ത പടിയിലേക്ക് കടക്കണ്ടേ? ജനാർദ്ദന് ഒരു മന്ത്രിയാവണ്ടേ? ജനാർദ്ദൻ ഇപ്പോൾ വലിയൊരു യൂണിയൻ നേതാവാണ്. നിങ്ങൾ കൂടെ ഉണ്ടായാൽ അത് ഞങ്ങൾക്കൊരു ബലമാണ്. പക്ഷേ എനിക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും? അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് ഭരണകക്ഷിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തണം. പ്രധാനപ്പെട്ട എല്ലാ തൊഴിൽശാലകളിലും സമരമുണ്ടാക്കണം. അക്കാര്യം ഞാനേറ്റു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ നിയോജക മണ്ഡലം ആർക്കും വിട്ടുകൊടുത്തുകൂടാ. സെയ്ദ് മുഹമ്മദിന്റെ പെട്രോൾ കെമിക്കൽ പരിപാടി ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ്. അത് നമുക്ക് പൊളിക്കണം. നാളെ മുതൽ നമുക്ക് അവിടെ സമരം തുടങ്ങണം. അതിന് സമരത്തിന് കാരണം വേണ്ടേ? സമരത്തിന് കാരണം ഉണ്ടാക്കാനാണോ ബുദ്ധിമുട്ട്? അതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. വേണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അതിനുള്ള പരിപാടികൾ ആരംഭിക്കും. ജോലി വരുന്നു. വേദന കുറേശ്ശെ. എക്സ്റേ എടുക്കും? ഇല്ല. ഇല്ലേ? ഡോക്ടറെ വിളിച്ച് എക്സ്റേ എടുക്കാൻ പറയൂ. ശരി. മകളാണോ? മോളാ. എന്താ മോളുടെ പേര്? മീനു. രാമു, ഒന്ന് കാണണം. ഞാനിതാ വരുന്നു. ഇവിടെ അങ്ങനെ ആർക്കും അത്ര വലിയ പരിക്കൊന്നുമില്ല. നീ യൂണിയൻ ഓഫീസിൽ ചെന്നൊരു ജീപ്പ് എടുത്തോണ്ട് കുറെ ആളുകളെയും കൂട്ടി ഫാക്ടറി പടിക്കലോട്ട് ചെല്ല്. എന്തിനാ? KSTUC-ക്കാർ വലിയ സന്നാഹമായിട്ടാ പുറപ്പാട്. അവരെ തടയണം. തമ്മിൽ വെട്ടുമുട്ടം നടത്താനോ? അതിന് എന്നെ കിട്ടില്ല.